വയനാട് യാത്രയിൽ ബാണാസുര കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ഇതാ ഈ അമ്പുകുത്തി മലയുടെ മുകളിൽ കയറാനാണ്. ഇവിടെയാണല്ലോ നമ്മുടെ പ്രസിദ്ധമായ എടക്കൽ ഗുഹയുള്ളത്. കേറി വന്ന വഴിയൊന്നും കാണിച്ചില്ല. ദാ കേറി മുകളിലെത്തിയപ്പോൾ ഒരാൾ ഇരിക്കുന്ന ഇരുത്തം കണ്ടോ? ഇവിടെ എത്തിയത് തന്നെ നെരങ്ങി മൂളിയാണ് ഇവിടെ എത്തിച്ചത്. അത്യാവശ്യം ഫിസിക്കൽ കണ്ടീഷൻ ഉള്ളവർക്ക് ഈ എടക്കൽ ഗുഹയിൽ നടന്നെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ വയനാട് യാത്രകളിൽ ഒട്ടുമിക്ക സമയത്തും ഈ എടക്കൽ ഗുഹ സ്കിപ്പ് ചെയ്ത് പോകാറാ ചെയ്യാറ്. ഞാനും കുറെ മുമ്പ് ഒന്ന് വന്നതാണ് എടക്കൽ ഗുഹയിൽ. ശരിക്കും എടക്കൽ ഗുഹ എന്ന് പറഞ്ഞാൽ ഒരു ഗുഹയൊന്നുമല്ല. ദാ ഈ കാണുന്ന കല്ല് കണ്ടോ? ഇടയിലുള്ള ഒരു കല്ല്. 2 വലിയ പാറകൾക്ക് ഇടയിലേക്ക് ഒരു കല്ല് വന്ന് വീണ് അവിടെ ഒരു ഗുഹ പോലെ ആയി എന്നുള്ളതാണ്. അതാണ് എടക്കൽ ഗുഹ. ഈ കാണുന്നത് വെറും വരയും കുറിയൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ ഇത് 6000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ശിലായുഗ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ശിലാലിഖിതങ്ങളും ചിത്രങ്ങളും ഒക്കെയാണ്. ഈ അമൂല്യമായ സമ്പത്ത് പുറംലോകത്തിന് കണ്ടെത്തി കാണിച്ചു കൊടുത്തത് 1890-ൽ ബ്രിട്ടീഷ് മലബാർ കളക്ടറായിരുന്ന ഫ്രെഡ് ഫോസറ്റ് എന്നയാളാണ്. അയാൾ നായാട്ടിനിടക്ക് യാദൃശ്ചികമായിട്ടാണ് ഇത് കണ്ടെത്തി പുറംലോകത്തെ അറിയിച്ചത്. പഴശ്ശിരാജ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരു ഗുഹയാണ് എടക്കൽ ഗുഹ എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. പക്ഷേ അത് ചരിത്രപരമായി ശരിയല്ല എന്നാണ് പറയുന്നത്. പഴശ്ശിരാജ വയനാടിൽ ഉടനീളം സഞ്ചരിച്ച ഒരാളെന്ന നിലക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ പറഞ്ഞു വരുന്നതായിരിക്കാം. പക്ഷേ പഴശ്ശിരാജ ഒളിവിൽ കഴിഞ്ഞിരുന്നത് പുൽപ്പള്ളിക്കടുത്തുള്ള ഒരു ഗുഹയാണ്. അതാണ് പഴശ്ശി ഗുഹ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചരിത്രപരമായി തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഗുഹ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇത്രയും സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറിയിട്ടാണ് അവിടെ എത്തിയത്. ഇനി ഇതൊക്കെ താഴേക്ക് ഇറങ്ങണം. അപ്പോൾ വയനാട് വരുന്നവർ എടക്കൽ ഗുഹയും കാണാതെ പോകരുത്.